ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ വൺ പ്ലസിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ നമ്മൾ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പം ലോവസ്റ്റ് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രൈസ് എവിടെയാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിന്റെ കാര്യത്തിൽ 15,800 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് നോഡ് C3 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പം ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 108+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ 17,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വൺ പ്ലസ് നോഡ് C4 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിലോട്ട് വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ OSന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 5110 mAh ബാറ്ററിയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 17,700 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 19,200 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് നോഡ് C3 എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോൺസ് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് നോഡ് 3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9000 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന 6.74 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോൺസ് ഒന്നും വേണ്ട, പുതിയ ഫോൺസ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിന് പകരം വൺ പ്ലസ് നോഡ് C4 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുള്ളൂ. 1.5K റെസൊല്യൂഷൻ വരുന്നില്ല. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള 5,500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുതിയ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 27,500 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് നോഡ് 4 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും 1.5K റെസൊല്യൂഷൻ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 27,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 41,300 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് 13R എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും നമുക്ക് 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 41,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് 13 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 2K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 66,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് വൺ പ്ലസിന്റെ ഭാഗത്ത് നിന്ന് വൺ പ്ലസ് ഓപ്പൺ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വില 1,50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിൽ 7.82 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്.
ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഇത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ആപ്പിലായിട്ട് 6.31 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 48+64+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഒരു ഡിസ്പ്ലേയിൽ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4805 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. വൺ പ്ലസിന്റെ ഫോൾഡബിൾ ഫോൺ തന്നെ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുത്താൽ മതി. അല്ല ബാക്കി ഫോൾഡബിൾ ഫോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഒക്കെ ഫോൾഡബിൾ ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് വൺ പ്ലസിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.